എല്ലാ മാന്യ പ്രേക്ഷകർക്കും മരിയ വിഷനിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സീറോ മലബാർ സഭയുടെ പ്രേഷിതാഭിമുഖ്യങ്ങൾക്ക് പുതിയ ചൈതന്യം പകർന്നുകൊണ്ട് പുതിയ നിയമനങ്ങളും അജപാലന ക്രമീകരണങ്ങളും. വാർത്തകൾ വിശദമായി. സീറോ മലബാർ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ സഭയുടെ 33ാമത് മെത്രാൻ സിനഡിൻ്റെ 2ാം സമ്മേളനത്തോടനുബന്ധിച്ച് ഓഗസ്റ്റ് 28 വ്യാഴാഴ്ച സഭാ ആസ്ഥാനമായ കാക്കനാട് മൗണ്ട് സെന്റ് തോമസിൽ നടത്തിയ പൊതുസമ്മേളനത്തിൽ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ സഭയിലെ പുതിയ നിയമനങ്ങളും അജപാലന ക്രമീകരണങ്ങളും പ്രഖ്യാപിച്ചു. സിനഡ് തീരുമാനങ്ങൾക്ക് വത്തിക്കാൻ്റെ അംഗീകാരം ലഭിച്ചതോടെയാണ് മേജർ ആർച്ച് ബിഷപ്പ് ഇത് സംബന്ധിച്ച് പ്രഖ്യാപനം നടത്തിയത്. ഇത് സംബന്ധിച്ചുള്ള ഔദ്യോഗിക പ്രഖ്യാപനം ഓഗസ്റ്റ് 28 ഇറ്റാലിയൻ സമയം ഉച്ചയ്ക്ക് 12 മണിക്ക് വത്തിക്കാനിലും നടന്നു. ഇത് സംബന്ധിച്ച ഉത്തരവുകൾ സഭാ ചാൻസലർ റവറൻ ഡോക്ടർ എബ്രഹാം കാവിൽപുരയിടത്തിൽ വായിച്ചു. സീറോ മലബാർ സഭയിൽ ഫരീദാബാദ്, ഉജ്ജയിൻ, കല്യാൺ, ഷംഷാബാദ് രൂപതകളെ അതിരൂപതകളായി ഉയർത്തുകയും മാർ കുര്യാക്കോസ് ഭരണിക്കുളങ്ങര, മാർ സെബാസ്റ്റ്യൻ വടക്കേൽ, മാർ സെബാസ്റ്റ്യൻ വാണിയപ്പുരയ്ക്കൽ, മാർ പ്രിൻസ് ആന്റണി എന്നിവരെ ആർച്ച് ബിഷപ്പ് സ്ഥാനത്ത് നിയമിക്കുകയും ചെയ്തു. ബിജ്നോർ, ഗോരഖ്പൂർ രൂപതകൾ ഫരീദാബാദ് അതിരൂപതയുടെയും സാഗർ, സാഗ്ന, ജഗത്പൂർ എന്നിവ ഉജ്ജയിൻ അതിരൂപതയുടെയും, ചാന്ദ, രാജ്കോട്ട് രൂപതകൾ കല്യാൺ അതിരൂപതയുടെയും, ആദിലാബാദ് രൂപത ഷംഷാബാദ് രൂപതയുടെയും, ഹുസൂർ രൂപത തൃശൂർ അതിരൂപതയുടെയും സമാന്തര രൂപതകളായിട്ടാണ് നിശ്ചയിച്ചിരിക്കുന്നത്. ബെൽത്തങ്ങാടി രൂപത മെത്രാനായി ക്ലാരിഷ്യൻ സന്യാസ സമൂഹാംഗമായ റവറൻ ഫാദർ ജെയിംസ് പട്ടേലിൻ്റെയും, ആദിലാബാദ് രൂപതാധ്യക്ഷനായി CMI സന്യാസ സമൂഹാംഗമായ റവറൻ ഫാദർ ജോസഫ് തച്ചാപറമ്പത്തിൻ്റെയും നിയമനങ്ങളും മേജർ ആർച്ച് ബിഷപ്പ് പ്രഖ്യാപിച്ചു. 1962 ജൂലൈ 27 ശ്രീ എബ്രാഹിമിൻ്റെയും ശ്രീമതി റോസമ്മയുടെയും മകനായി റവറൻ ഫാദർ ജെയിംസ് പട്ടേലിൽ ജനിച്ചു. ബെൽത്തങ്ങാടി രൂപതയിലെ ബട്ടിയാൽ സെന്റ് മേരീസ് പള്ളി ഇടവക അംഗമാണ് ഫാദർ ജെയിംസ് പട്ടേലിൽ. ബെൽത്തങ്ങാടി രൂപതയിലെ ഉദീന, ഷിരാടി ഇടവകളിൽ അസിസ്റ്റന്റ് ഇടവക വികാരിയായും അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ജർമ്മനിയിലെ CMF പ്രവിശ്യയുടെ പ്രൊവിൻഷ്യൽ പ്രൊക്യുറേറ്ററായി സേവനമനുഷ്ഠിച്ചു വരികയായിരുന്നു ബെൽത്തങ്ങാടി രൂപതാധ്യക്ഷനായുള്ള പുതിയ നിയമനം. റവറൻ ഫാദർ ജോസഫ് തച്ചാപറമ്പത്ത് 1969 ഫെബ്രുവരി 24 ഇടുക്കി ജില്ലയിലെ നസത്ത് വാലി നാലുമുക്കിൽ ജനിച്ചു. പട്ടം സ്വീകരിച്ചതിന് ശേഷം 1998 മുതൽ 2002 വരെ ചാന്ത 2 ഇടവകകളിൽ സേവനമനുഷ്ഠിച്ചു. 2008 മുതൽ 2011 വരെ ചാന്തായിലെ CMI സന്യാസ സമൂഹത്തിൻ്റെ മർത്തോമ പ്രൊവിൻഷ്യൻസിൻ്റെ ഫിനാൻസ് ഓഫീസറായും അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. 2005 മുതൽ 2008 വരെയും 2017 മുതൽ 2023 വരെയും റവറൻ ഫാദർ ജോസഫ് തച്ചാപറമ്പത്ത് ആദിലാബാദ് രൂപതയുടെ ഫിനാൻസ് ഓഫീസറായി 2 തവണ സേവനമനുഷ്ഠിച്ചു. നിലവിൽ ചാന്തായിലെ CMI മർത്തോമ പ്രവിശ്യയിലെ പ്രൊവിൻഷ്യൽ സുപ്പീരിയറായി സേവനം ചെയ്തു വരികയാണ് പുതിയ നിയമനം. മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ നിയുക്ത ബിഷപ്പ്മാരെ സ്ഥാനിക ചിഹ്നങ്ങൾ അണിയിക്കുകയും അതിരൂപതാധ്യക്ഷന്മാർക്ക് പൂച്ചെണ്ടുകൾ നൽകി അനുമോദനമർപ്പിക്കുകയും ചെയ്തു. കേരളത്തിന് പുറത്തുള്ള 12 മിഷൻ രൂപതകളുടെയും അതിർത്തികൾ പുനർനിർണയിച്ചുകൊണ്ടുള്ള പ്രഖ്യാപനവും മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പിതാവ് നടത്തി. 2017 ഒക്ടോബർ 9 സ്ഥാപിക്കപ്പെട്ട ഷംഷാബാദ് രൂപതയുടെ സ്ഥാപനത്തോടെയാണ് സീറോ മലബാർ സഭയ്ക്ക് ഭാരതം മുഴുവനിലും അജപാലന അവകാശം ലഭിച്ചത്. അന്ന് നിലവിലുണ്ടായിരുന്ന രൂപതകളിൽ ഉൾപ്പെടുത്താത്ത എല്ലാ പ്രദേശങ്ങളെയും ഉൾപ്പെടുത്തിയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ പുതിയ രൂപത സ്ഥാപിച്ചത്. 23 സംസ്ഥാനങ്ങളിലും 4 കേന്ദ്രഭരണ പ്രദേശങ്ങളിലും 2 ദ്വീപുകളിലുമായി വ്യാപിച്ചു കിടക്കുന്ന ഷംഷാബാദ് രൂപതയുടെ പ്രദേശങ്ങളിൽ ഫലപ്രദമായ
അജപാലന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി വിവിധ സിനഡ് സമ്മേളനങ്ങളിൽ ചർച്ച ചെയ്ത് തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ശംഷാബാദ് രൂപതയുടെ ചില ഭാഗങ്ങൾ കൂട്ടിച്ചേർത്തുകൊണ്ട് മറ്റു 11 രൂപതകളുടെയും അതിർത്തി പുനർനിർണയത്തിന് തീരുമാനത്തിന് വത്തിക്കാൻ അംഗീകാരം നൽകി. അതിൽ പ്രകാരം ആദിലാബാദ്, ബിജ്നോർ, ചാന്ത, ജഗത്പൂർ, ഫരീദാബാദ്, ഗോരഖ്പൂർ, കല്യാൺ, രാജ്കോട്ട്, സാഗർ, സാഗ്ന, ശംഷാബാദ്, ഉജ്ജയിൻ എന്നീ രൂപതകളുടെ അതിർത്തികൾ തൻ്റെ കൽപ്പന വഴി മേജർ ആർച്ച് ബിഷപ്പ് പുനർനിർണയിച്ചു. സീറോ മലബാർ സഭയുടെ സിനഡ് സെക്രട്ടറി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി പിതാവ് ആശംസകളും അനുമോദനങ്ങളും അർപ്പിച്ച് സംസാരിച്ചു. തുടർന്ന് പുതിയതായി നിയമിതരായ മെത്രാപ്പൊലിത്താമാരും മെത്രാന്മാരും സഭാ നേതൃത്വത്തോടും വിശ്വാസികളോടുമുള്ള തങ്ങളുടെ നന്ദി പ്രകാശിപ്പിക്കുകയും പ്രാർത്ഥനാ സഹായം അഭ്യർത്ഥിക്കുകയും ചെയ്തു. കേരളത്തിനു വെളിയിലുള്ള മിഷൻ രൂപതകളിലാണ് ഈ പുതിയ നിയമനങ്ങളും ക്രമീകരണങ്ങളും നടത്തിയിരിക്കുന്നത്. സ്വഭാവത്താലെ പ്രേക്ഷിതയായ സഭയുടെ പ്രേക്ഷിതാഭിമുഖ്യങ്ങൾക്ക് ലഭിച്ച വലിയ പ്രോത്സാഹനമായി വേണം ഈ പുതിയ നിയമനങ്ങളെ കാണേണ്ടത്. മിഷൻ പ്രദേശങ്ങളിലുള്ള സഭയുടെ സാക്ഷ്യത്തെയും സേവനങ്ങളെയും സഭ വിലമതിക്കുന്നുവെന്നും പ്രേക്ഷിതരോടൊപ്പം സഭ നിലകൊള്ളുന്നുവെന്നും ഉള്ളതിൻ്റെ സാക്ഷ്യം കൂടിയാണ് ഈ അജപാലന ക്രമീകരണങ്ങളും പ്രഖ്യാപനങ്ങളും. Beyond the boundaries of Kerala to ensure better coordination and effective implementation of various pastoral initiatives and the advancement of evangelization. Therefore, Session 2 of the 33rd Synod of Bishops of the Syro Malabar Church started on 18th August 2025 at the Syro Malabar Major Archiepiscopal Curia and Mount St. Joseph unanimously decided, after mature deliberation and prayerful discernment, to erect 4 ecclesiastical provinces, Faridabad, Ujjain, Kalyan and Shamshabad, determined their suffragan eparchies and elected the first metropolitan archbishops. The former assent of the Apostolic See, communicated through the letter of Apostolic Nunciature in India, dated 27th August 2025, with protocol number 8996/25/IN. By the authority vested in him as the major archbishop of the Syro Malabar Church, and in virtue of the synodal decision, and with the approval of the Apostolic See, His Beatitude Mar Raphael Thatti today erected the 4 ecclesiastical provinces and their first metropolitans. The eparchy of Hosur, which is not included in any of the Syro Malabar provinces, is added to the province of Tricur by the decree of the major archbishop. ഇപ്പോൾ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് നിയുക്ത മെത്രാപ്പൊലീത്തമാർക്ക് നിയമനപത്രവും ഒക്കെയും നൽകി സഭയുടെ അനുഭവങ്ങൾ അറിയിക്കുന്നു. കുര്യാക്കോസ് കർദിനാളിന്റെ പിതാവ് ക്ഷണിക്കുന്നു. ജോൺ മെത്രാപ്പൊലീത്ത അഭിമന്യ സെബാസ്റ്റ്യൻ വടക്കേ പിതാവിനെ ക്ഷണിക്കുന്നു. മെത്രാപ്പൊലീത്ത അഭിമന്യ സെബാസ്റ്റ്യൻ മാനിപ്പുരയ്ക്കൽ പിതാവിനെ ക്ഷണിക്കുന്നു. രൂപതയുടെ നിയുക്ത മെത്രാപ്പൊലീത്ത അഭിമന്യ പ്രിൻസ് ആന്റണി പാണങ്ങാടൻ പിതാവിനെ ക്ഷണിക്കുന്നു.
തിരുത്തലുകളിലേക്ക് ക്രമീകരിച്ചുകൊണ്ടുള്ള അറിയിപ്പ് ഇപ്പോൾ നേതൃത്വം നടത്തുന്നു. To the glory of the most holy Trinity, for the greater good of the Syro-Malabar Church, and for the pastoral care of the Syro-Malabar faithful, I have today erected 4 new ecclesiastical provinces in the Syro-Malabar Church. The ecclesiastical province of Faridabad, with the Archieparchy of Faridabad as metropolitan see, having the eparchies of Bijnor and Gorakhpur as its suffragans. The reorganization process began in July 2020 with a proposal to redistribute portions of the eparchy of Shamshabad spread across 23 states and 4 union territories, including 2 islands, among 11 adjacent eparchies. The process involved multiple rounds of consultation with the Apostolic Nunciature and the Dicastery for the Eastern Churches. After receiving the formal assent of the Apostolic See, the Synod proceeded with this long-awaited territorial realignment to ensure greater pastoral efficiency, administrative clarity, and ecclesial harmony. Having fulfilled all canonical requirements and completed the necessary formalities in accordance with Canon 85 of Oriental Code of Canon Law, I have today decreed the reorganization of the territories of the eparchies of Adilabad, Bhadravati, Bijnor, Chanda, Gorakhpur, Jagadalpur, Kalyan, Rajkot, Sagar, Satna, Shamshabad, and Ujjain. Praise be to Jesus Christ. ഈ സന്തോഷാവസരത്തിൽ നേതൃത്വമാർക്കും പൊതുവായി രൂപീകരിക്കപ്പെട്ട പോസ്റ്റുകളുടെ അധ്യക്ഷന്മാർക്കും ആശംസകൾ നേരുന്നതിനായി സീറോ-മലബാർ സഭയുടെ സിനഡിന്റെ സെക്രട്ടറി അഭിനന്ദനായ ജോസഫ് പാമ്പ്രാനിപ്രാവിനെ ക്ഷണിക്കുന്നു. നമ്മുടെ സഭയുടെ പിതാവും പ്രകടനമായ മേജർ ആർച്ച് ബിഷപ്പ് മാതാപിതാക്കൾ പിതാവ്, CBCയുടെ അധ്യക്ഷനായ അഭിനന്ദനായ ആൻഡ്രൂസ് താഴത്ത് പിതാവ്, ആദരണീയരായ പിതാക്കന്മാരെ, വിശിഷ്യ ഇന്ന് നമ്മുടെ എല്ലാവരുടെയും സന്തോഷത്തിന് കാരണഭൂതരായ പിതാക്കന്മാര്, നിങ്ങൾക്ക് എല്ലാ അനുമോദനങ്ങളും പ്രാർത്ഥനകളും ഞങ്ങൾ ഒരു മനസ്സോടെ നേരുന്നു. സീറോ-മലബാർ സഭയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ചരിത്രത്തിൽ തങ്കലിപികളിൽ എഴുതേണ്ട നിമിഷമാണ്. 1887 ലയോ 13 മാർപ്പാപ്പ കോടിയാം വീതം എന്ന തിരുവഴുത്തിലൂടെ 2 വികാരിയാത്തുകൾ സ്ഥാപിച്ചു. അത് കോട്ടയം, തൃശ്ശൂരും വികാരിയാത്തുകളാണ് എന്ന് നമുക്കറിയാം. 138 വർഷങ്ങൾക്ക് മുൻപ് പരിശുദ്ധ പിതാവ് ലയോ 13 മാർപ്പാപ്പ തുടങ്ങിയ നമ്മുടെ സഭയുടെ ഹൈറാർക്കിക്കൽ സ്ട്രക്ചർ അതിന്റെ പൂർണ്ണതയിലെത്തിക്കാൻ മറ്റൊരു ലയോ മാർപ്പാപ്പ ലയോ 14 മാർപ്പാപ്പ നമുക്ക് സഭയ്ക്ക് 4 പ്രൊവിൻസുകൾ കൂടി അനുവദിച്ചു. നമുക്കറിയാം, കേരളത്തില് 4 മെട്രോപൊളിറ്റൻ പ്രൊവിൻസുകളാണ് ഈ സഭയ്ക്കുള്ളത്. കൂടാതെ കോട്ടയം, അതിരൂപതയിൽ നമുക്ക് ലഭ്യമായതാണ്. 1923 എറണാകുളത്തെ അതിരൂപതയായി 1956 ചങ്ങനാശ്ശേരിയിൽ, 1995 തൃശ്ശൂർ, ചങ്ങനാശ്ശേരി, തലശ്ശേരി അതിരൂപതകളെ
അതിരൂപതാ തലത്തിലേക്ക് പരിശുദ്ധരാവ് ഉയർത്തുകയുണ്ടായി. 30 വർഷങ്ങൾക്ക് ശേഷമാണ് വീണ്ടും മെത്രാപ്പോലീത്തൻ പ്രവിശ്യയുടെ പിറവി ഈ സഭയിൽ സംഭവിക്കുക. അവിശ്വസനീയമാകും അനുഗ്രഹീതമായ നിമിഷങ്ങളിലൂടെയാണ് സഭ കടന്നുപോകുന്നത്. കർത്താവിന് നന്ദി പറയുക. അവിടുന്ന് നല്ലവനാണ്, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടികൂടി നിൽക്കുന്ന നമ്മുടെ സഭയിൽ നമുക്ക് പറയാം, അവർണ്ണനീയമായ ഈ ദാനത്തിന് ദൈവമേ അങ്ങേക്ക് സ്തുതി. ഈ അനുഗ്രഹം നമ്മുടെ സഭയ്ക്ക് നൽകാൻ വേണ്ടി ദൈവമായ കർത്താവ് ഏറെ സഹനങ്ങളോട് നമ്മുടെ സഭയെ ഒരുക്കുന്ന കാലഘട്ടമാണ് കടന്നുപോയത് എന്ന് നമുക്കറിയാം. കൃപയാർന്ന ഈ പിറവിക്ക് വേണ്ടി നമ്മുടെ സഭയുടെ പിതാക്കന്മാരും അനുഭവിച്ച വേദനകൾ ഈ സന്തോഷത്തിന് വേണ്ടിയുള്ള ഈറ്റുനോവുകളായി നാം മനസ്സിലാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കൃപ എപ്പോഴും വരുന്നത് സഹനങ്ങൾക്ക് ശേഷമാണ് എന്നത് വിശുദ്ധ ഇഗ്നേഷ്യസിന്റെ പ്രസിദ്ധമായ ചൊല്ല് നമുക്കറിയാം. കൃപ വരുന്നത് എപ്പോഴും വേദനകൾക്ക് ശേഷമാണ്. ശരിക്കും സഭാ ശുശ്രൂഷയിൽ അകാരണമായി അനുഭവിക്കേണ്ടി വരുന്ന വേദനകൾ നമ്മുടെ സഭയുടെ പൗരന്മാർ വിശിഷ്യ ഇപ്പോഴത്തെ നമ്മുടെ സഭാപരവും ഒക്കെ ഏറെ വേദനകളിലൂടെ കടന്നുപോയി എന്ന് നമുക്കറിയാം. പക്ഷേ ദൈവത്തിനു മുൻപിൽ ആ വേദനകളൊന്നും പാഴായി പോയില്ല എന്നുള്ളതിന്റെ സാക്ഷ്യമാണ് നമ്മുടെ സഭയ്ക്ക് ദൈവം നൽകിയ ഈ വലിയ അംഗീകാരം. സിസറോയുടെ പ്രസിദ്ധമായ ചൊല്ല് നമ്മളെല്ലാവരും കേട്ടിട്ടുള്ളതാണ്. എന്ന് നിറഞ്ഞ കണ്ണുകൾ കൊണ്ട് നോക്കിയാൽ നക്ഷത്രങ്ങളെ കൂടുതൽ വ്യക്തമായി ശോഭയോടെ കാണാൻ പറ്റും എന്നാണ് അതിന്റെ അർത്ഥം. നിറഞ്ഞ കണ്ണുകൾ കൊണ്ട് നമ്മൾ മാത്രമല്ല, നമുക്ക് മുമ്പേ നടന്ന നമ്മുടെ തലമുറകളൊക്കെ സ്വർഗത്തിലേക്ക് നോക്കി പ്രാർത്ഥിച്ചതിന്റെ അനന്തരഫലമാണ് ഈ കൃപയുടെ നിമിഷങ്ങൾ എന്ന് നമുക്ക് തിരിച്ചറിയാം. ഒരുപാട് രണ്ടയത്തിൽ സ്മിർനായിലെ സഭയെ അഭിനന്ദിക്കുമ്പോൾ കർത്താവ് പറയുന്ന വാക്കുകൾ എപ്രകാരമാണ്: സഹിക്കുവാൻ, മരണം വരെ സഹിക്കുവാനുള്ളതിന്റെ സന്നദ്ധതയ്ക്ക് ജീവന്റെ കിരീടം നൽകി ഞാൻ പ്രതിഫലം നൽകും. സിറോ മലബാർ സഭയെ ജീവന്റെ കിരീടം നൽകി ദൈവം അനുഗ്രഹിക്കുന്ന സമാനതകളില്ലാത്ത നിമിഷങ്ങൾ. ഈ കിരീടധാരണ വേളയിൽ മക്കളായി നമുക്ക് എല്ലാവർക്കും അമ്മയായ നമ്മുടെ സഭയോട് ചേർന്ന് സന്തോഷിക്കാം. സഹനവാസനെ അവതരിപ്പിക്കുമ്പോൾ പ്രവാചകൻ ഇങ്ങനെ പറയുന്നു: ദൈവം സൃഷ്ടിക്കുകയാണ് എല്ലാവരും എന്നാൽ ദൈവം പരിമേൽപ്പിച്ച അവൻ തുടരുകയായിരുന്നു. എത്രാം പദവിയുടെയും സഭാനേതൃത്വത്തിന്റെയും വില കുറഞ്ഞു എന്ന് പറയുന്നവരുടെ എണ്ണം വർദ്ധിക്കൊണ്ടുണ്ടാകാം. പക്ഷേ ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഈ സഹനത്തിന്റെയും വേദനയുടെയും ഒറ്റപ്പെടലിന്റെയും അതുപോലെ അകാരണമായ കുറ്റപ്പെടുത്തലുകളുടെയും വഴികളാണ്. സഭാ നേതൃത്വത്തിന്റെ നിശബ്ദമായ ഇത്തരം സഹനങ്ങൾക്ക് മാത്രമേ സഭയെ മുമ്പോട്ട് നയിക്കാനും രക്ഷാകരമായ തീരത്തെത്തിക്കാനും കഴിയുകയുള്ളൂ എന്ന യാഥാർത്ഥ്യം ദൈവം ഈ കൃപയുടെ നിമിഷങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. പുതിയ പിതാക്കന്മാരായി നമുക്ക് രണ്ടുപേരെ ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഈ സന്തോഷത്തിന്റെ ആത്മീയ വാർത്ത. പുതിയ
പിതാക്കന്മാരായിട്ട് ലഭിച്ചിരിക്കുന്നത് ബെൽപ്പങ്കടി രൂപതയ്ക്ക് നിയമിക്കപ്പെട്ടിരിക്കുകയാണ്. സൗത്ത് കാനറായുടെ പ്രിയപുത്രനാണ് അദ്ദേഹം എന്ന് നമുക്കറിയാം. അവിടുത്തെ ഭാഷകൾ വളരെ സങ്കീർണമാണ്. അദ്ദേഹം ലോറൻസ് പിതാവ് ഭാഷയിൽ ഒരു വിസ്മയം തന്നെയായിരുന്നു എന്ന് നമുക്കറിയാം. കന്നഡയും കൊങ്ങണിയും തുളുവും മലയാളവും ഇംഗ്ലീഷും ഒരേ രീതിയിൽ അനായാസം പ്രസംഗിക്കാനുള്ള അസാധാരണമായ വൈഭവം ലോറൻസ് പിതാവിനുണ്ടായിരുന്നു. ആ ഭാഷാ പ്രാവീണ്യത്തിനൊപ്പം ഇതാ ജർമ്മൻ ഭാഷയിൽ ഇനി കൺവെൻഷൻ നടത്താൻ കഴിയുള്ള ഒരു പിതാവിനെയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അത് നമ്മുടെ പ്രിയപ്പെട്ട പിതാവ്. സീറോ മലബാർ സഭയുടെ വളർച്ചയിൽ സഭയോട് ചേർന്ന് നിൽക്കാൻ ക്ലരീഷ്യൻ സഭ കാണിച്ച ധീരതയ്ക്കും ആത്മാർത്ഥതയ്ക്കും സ്വർഗം നൽകിയ അംഗീകാരമായിട്ടാണ് ഈ നിയമനത്തെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 26 വർഷം കൊണ്ട് ബെൽപ്പങ്കടി രൂപതയെ എല്ലാ അർത്ഥത്തിലും സ്വയം പര്യാപ്തമാക്കി അനുഗ്രഹീതമായ ഒരു രൂപതയെ സ്വന്തം പിൻഗാമിക്ക് വേണ്ടി നീക്കിവെച്ച് കൃതാർത്ഥതയോടെയാണ് അദ്ദേഹം ലോറൻസ് പിതാവ് ഇറങ്ങുന്നത്. അഭിനന്ദ പിതാവെ, അങ്ങയുടെ ഹൃദയലാവണ്യത്തിലും നന്മയ്ക്ക് ഞങ്ങളൊന്നായി നന്ദി പറഞ്ഞുകൊണ്ട് പുതിയ പിതാവിന് എല്ലാ ഭാവങ്ങളും ആശംസിക്കുന്നു. ഇതിനകാതി രൂപതയ്ക്ക് പുതിയ സാരഥ്യഭാവം നൽകിയിരിക്കുകയാണ് ജോസഫ് പശ്ചാത്തലത്തിൽ സീനിയർ. പിതാവ് തന്റെ സുദീർഘമായ പ്രേക്ഷിത ശുശ്രൂഷയിലൂടെ തെലുങ്ക് ഭാഷയും തെലുങ്ക് സംസ്കാരവും നെഞ്ചിലേറ്റിയ പിതാവാണ്. സുരമലബാർ സഭയുടെ അഭിമാനമായ CMI സന്യാസ സമൂഹത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന മറ്റൊരു മെത്രാനാണ് പ്രിയപ്പെട്ട ജോസഫ് പശ്ചാത്തലത്തെ പിതാവ്. CMI സഭയോടും ചാവറപ്പിതാവിനോടുമുള്ള ഈ സഭയുടെ കടപ്പാടും സ്നേഹവും ഒരിക്കൽ കൂടി പ്രകടമാക്കുന്നതാണ് ഈ തിരഞ്ഞെടുപ്പ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. പങ്കാളിയായിട്ടാണ് ജോസഫ് പശ്ചാത്തലത്തെ പിതാവ് നിയോഗിക്കപ്പെടുന്നത്. പിതാവിന്റെ മനസ്സറിയാവുന്ന കർമ്മപദ്ധതികൾ നടപ്പിലാക്കുന്നത് പിതാവിന്റെ അനന്യമായി പ്രവർത്തിച്ച പിതാവിന് അതിനേക്കാൾ ഒരിക്കലും അന്യമായ സ്ഥലമല്ല. പുതിയ സ്ഥലത്ത് അനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും ഹൃദയപൂർവ്വം ആശംസിക്കുന്നു. ഇനി വിശുദ്ധ ആവശ്യമാണ്. ഞാൻ മെത്രാനായി തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ആഗസ്തീനോസുവാനം വരുന്ന ഒരു വാചകം മെത്രാന്മാരുടെ തിരഞ്ഞെടുപ്പിലും മറ്റ് സന്ദർഭങ്ങളിലൊക്കെ നമ്മൾ സാധാരണ പാലിക്കുന്ന ഒരു വചനമാണ്. വാസ്തവത്തിൽ അതിന്റെ അർത്ഥം ഞാൻ ഭയത്തോടും വിറയലോടും കൂടി ഈ പദവി സ്വീകരിക്കുന്നു. പിതാക്കന്മാരെ, നിങ്ങൾക്ക് ഇതുവരെയും ഭയവും വിറയലും തോന്നിയിട്ടില്ല എങ്കിൽ സാവകാശം തോന്നിത്തുടങ്ങും എന്നാണ് വിശുദ്ധ അവസ്ഥയോട് പറയും. തുടർന്ന് അദ്ദേഹം പറയുകയാണ്, നിങ്ങൾക്ക് ഞാനൊരു പ്രസ്ഥാനമാണ്, പക്ഷേ നിങ്ങളോട് ചേർന്ന് ഞാനൊരു ക്രിസ്ത്യാനിയാണ്. എല്ലാ പിതാക്കന്മാരും അടിസ്ഥാനപരമായി ഈ ഒരു സത്യം ഹൃദയത്തിൽ സൂക്ഷിക്കുന്നവരാണ്. നമ്മൾ നമ്മുടെ ദിനത്തോട് ചേർന്ന് ക്രിസ്ത്യാനികളാണ്. സിനഡാലിറ്റി പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞതാണ്, ബാപ്റ്റിസ്മൽ ഗ്രേസ് ഈസ് ഫണ്ടമെന്റൽ ഫോർ എവരി മിഷൻ ആൻഡ് മിനിസ്ട്രി ഇൻ ദി ചർച്ച്. പിതാക്കന്മാരെ,
നിങ്ങൾ രണ്ടുപേർക്കും എല്ലാ നന്മകളും ഭാവങ്ങളും ഞങ്ങൾ നേരുന്നു. തുടർന്ന് നമ്മുടെ സഭയുടെ ചരിത്രം അത്ഭുതാവഹമാവിധം ചക്രവാളത്തോളം വളർത്തുകയും ഉയർത്തുകയും ചെയ്ത പ്രഖ്യാപനങ്ങളാണ് 4 അതിരൂപതകളുടെ പ്രഖ്യാപനം. 2000 വർഷം കൊണ്ട് നാം നേടിയ വളർച്ച 4 പ്രോവിൻസുകളാണ് എങ്കിൽ പരിശുദ്ധ പിതാവ് നമുക്ക് കനിഞ്ഞനുഗ്രഹിച്ച് മറ്റ് 4 പ്രോവിൻസുകൾ ഒരു ദിനം തന്നെ നൽകിയിരിക്കുന്നു എന്നുള്ളതിൽ കവിഞ്ഞ മറ്റൊരു സന്തോഷമാണുള്ളത്. തെരഞ്ഞെടുക്കപ്പെട്ട നഗരങ്ങളൊക്കെ നമ്മുടെ രാജ്യത്തിന്റെ ഭാഗതയെ നിർണ്ണയിക്കാൻ പോകുന്ന നഗരങ്ങളാണ് എന്ന് നമുക്കറിയാം. ഫരീദാബാദ് നമ്മുടെ രാജ്യത്തിന്റെ തലസ്ഥാന നഗരത്തിൽ സഭയ്ക്കുള്ള സ്ഥാനവും മഹത്വവും ഏറ്റുപറയുന്ന അതിലൂടെയാണ് ആർച്ച് ബിഷപ്പ് കുര്യാക്കോസ് കരുണയുള്ള നിരത്തിലാണ് അദ്ദേഹം ആർച്ച് ബിഷപ്പ് എന്ന പദവി അദ്ദേഹത്തിന് മാർപ്പാപ്പ നൽകിയ സ്ഥാനമായി. എന്നാൽ ഇന്നൊരു പിതാവ് മെട്രോപൊളിറ്റൻ ആർച്ച് ബിഷപ്പായി മാറുകയാണ്. വത്തിക്കാൻ ഡിപ്ലോമാറ്റിക് സർവീസിൽ നിന്നുള്ള പിതാവിന്റെ അനുഭവം പുതിയ രൂപതയെ കൂടുതൽ ഉയരങ്ങളിലേക്ക് വളർത്താൻ പര്യാപ്തമാകും എന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉറപ്പുണ്ട്. അപ്പോൾ ഗുരുവായൂർ ഫരീദാബാദ് അതിരൂപതയെ ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങേക്കും അതിരൂപതയ്ക്ക് എല്ലാ ഭാവുകങ്ങളും നന്മകളും ഹൃദയപൂർവ്വം ആശംസിക്കും. ഉജ്ജയിലാണ് 2ാമത്തെ അതിരൂപതയായി പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നത്. ഹിന്ദു ഹൃദയഭൂമിയിൽ നമ്മുടെ സഹോദരങ്ങളുടെ പുണ്യനഗരമായി കരുതുന്ന ഉജ്ജയിനെ പരിശുദ്ധ പിതാവ് അതിരൂപതയായി ഉയർത്തുന്നതിനോട് നിരാന്തര സൗഹൃദത്തെ സഭ എത്രമേൽ ആദരിക്കുന്നു എന്ന് സൂചിപ്പിക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാം. ചിന്തയിലെ വ്യക്തതയും ഇടപെടലിലെ എല്ലാവർക്കും സ്വീകാര്യമായ മിഷണറിയാണ്. സൊസൈറ്റി അംഗമായ പിതാവ് നമ്മുടെ സഭയുടെ മിഷൻ പ്രവർത്തനങ്ങൾക്ക് മാത്രമല്ല സഭയുടെ പ്രയാണത്തിലുടനീളം ദിശാബോധം നൽകാൻ കഴിവുള്ള പിതാവാണ് എന്ന തിരിച്ചറിവ് നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അദ്ദേഹത്തെ സെബാസ്റ്റ്യൻ വടക്കേ പിതാവ് അങ്ങേക്ക് പുതിയ അതിരൂപതയായി ഉയർത്തപ്പെട്ട ഉജ്ജയിനി അതിരൂപതയ്ക്ക് ഞങ്ങളെല്ലാവരും ഹൃദയപൂർവ്വം നന്മയും ഭാവുകങ്ങളും ആശംസിക്കുന്നു. കല്യാണമാണ് 3ാമത്തെ അതിരൂപത. കല്യാണ അതിരൂപത എന്നത് മുംബൈയിൽ ഭാരതത്തിന്റെ സാമ്പത്തിക തലസ്ഥാനമാണ്. ആ തലസ്ഥാന നഗരിക്കുള്ള സഭയുടെ ആദരമാണ് കല്യാണിനെ അതിരൂപതയായി ഉയർത്തിക്കൊണ്ട് പരിശുദ്ധ പിതാവ് നൽകുന്നത്. ബിഷപ്പ് സെബാസ്റ്റ്യൻ പിതാവ് ശാന്തനായ ജീവിതം കൊണ്ട് എല്ലാവരുടെയും ഹൃദയം കവർന്ന പിതാവാണ് എന്ന് നമുക്കറിയാം. ഹൃദയശാസ്ത്രത്തിൽ എങ്ങനെയുള്ള ഈശോയെ എന്ന് മാത്രമേ നമ്മൾ ഇവരെ പ്രാർത്ഥിച്ചിട്ടുള്ളൂ. ഇതിലൂടെ കല്യാണങ്ങളുടെയും ഹൃദയശാന്തതയും എളിമയുമുള്ള ഞങ്ങളുടെ പിതാവേ എന്ന് പറയും എന്നെനിക്ക് ഉറപ്പുണ്ട്. അദ്ദേഹത്തിന്റെ സെബാസ്റ്റ്യൻ പിതാവ് അങ്ങ് ഞങ്ങൾക്ക് എല്ലാവർക്കും ആധ്യാത്മികതയിൽ ഒരു ജ്വലിക്കുന്ന മാതൃകയാണ്. അങ്ങേർക്ക് അനേക ദിനങ്ങൾ ഈ കൂടിയായി വർക്ക് ചെയ്തിരുന്നെന്ന് എനിക്ക് അങ്ങയുടെ നന്മയും ഹൃദയവേദനയും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. സെബാസ്റ്റ്യൻ പിതാവ് അങ്ങേക്ക് കല്യാണ അതിരൂപതയ്ക്ക് ഞങ്ങൾ എല്ലാവരും ഭാവുകങ്ങളും നന്മകളും ഹൃദയപൂർവ്വം ആശംസിക്കുന്നു. ശംഷാബാദിനെ അതിരൂപതയാക്കാതിരിക്കാൻ പറ്റാത്ത അത്രമേൽ വലുതാണ് എന്ന് പരിശുദ്ധ പിതാവിന് മനസ്സിലായി.
ഇന്ത്യയിലെ ഏറ്റവും നഗരങ്ങളിലൊന്നായി പ്രസിദ്ധീകരിച്ച ഹൈദരാബാദ് കേന്ദ്രമായിട്ടുള്ള ശംഷാബാദിനെ അനുഗ്രഹിക്കുന്നത്. പ്രിൻസിപ്പാളിനാടും പിതാവുന്നത് സീറോ മലബാർ സഭയുടെ പ്രേക്ഷിത പ്രവർത്തനങ്ങളുടെ സ്വീകരിക്കേണ്ടതാണ് എന്ന് നമുക്കറിയാം. ഏലിയാവിന്റെ ഭീഷണിയിൽ മൂസയുടെ ചൈതന്യവും കൈവളാക്കിയ പിതാവിന് തുല്യം പിതാവ് മാത്രമേ ഉള്ളൂ എന്ന് നമ്മളെല്ലാവരും തിരിച്ചറിയുന്ന സത്യമാണ്. ഞങ്ങൾക്കെല്ലാവർക്കും മാതൃകയിൽ ഈ പുതിയ സ്ഥാനത്തിൽ എല്ലാ നന്മകളും ഭാവനങ്ങളും നേരുന്നതോടൊപ്പം ഞങ്ങൾ എല്ലാ നന്മകളും ദൈവാനുഗ്രഹങ്ങളും ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അവസാനമായി നമ്മുടെ സഭയിലെ അതിഥികളെ വെച്ച് നൽകിയ കൽപ്പനയിലൂടെ നമ്മുടെ സഭയ്ക്ക് എല്ലാ പൂർണ്ണതയും ഈ ഭാരതത്തിലെ പ്രവർത്തനത്തിന് പരിശുദ്ധമായി നൽകിയതും നമുക്ക് പരിശുദ്ധ പിതാവിനോട് ഹൃദയപൂർവ്വം നന്ദി പറയാം. പിതാക്കന്മാരെ, 3 പിതാക്കന്മാരെ നിങ്ങൾക്ക് ഞാൻ ഈ ദിവസത്തിൽ നിങ്ങളുടെ മുമ്പിൽ മാതൃകയായിരിക്കാം. ഒന്ന് മിത്രനായ അദ്ദേഹമാണ് പറഞ്ഞത്, ഈ കെട്ടിയിരിക്കുന്ന ചുവന്ന അരപ്പട്ട എന്നത് നാം രക്തസാക്ഷിത്വം വരിക്കാനുള്ളവരാണ് എന്ന് ഓർമ്മിപ്പിക്കുന്നതാണ്. സഭയെന്നാൽ മിത്രാൻ തന്നെയാണ് എന്ന് പഠിപ്പിച്ച അദ്ദേഹം അതൊരു ധിക്കാരം പറച്ചിലല്ല, മറിച്ച് സഭ മിത്രാൻ തന്നെയാണ്, മിത്രാനാണ് സഭ എന്ന് പറയുന്നതിലൂടെ എന്ന് അദ്ദേഹം പറയുമ്പോൾ അത് മിത്രാന്മാരായി നമുക്ക് വരുന്ന വലിയൊരു ഉത്തരവാദിത്വമുണ്ട്. അത് മറ്റൊന്നുമല്ല, നാം ഓരോ ശ്വാസത്തിലും സഭയോട് ചേർന്ന് ജീവിക്കണമെന്ന്, അതിനുവേണ്ടി മരിക്കേണ്ടതെന്നാൽ മരിക്കേണ്ടതുണ്ട് എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ്. തീർച്ചയായും ഈ വരുന്ന ആളുകളിൽ നാം പുതിയ പിതാക്കന്മാരും മറ്റുള്ളവർ ഇപ്പോൾ തന്നെ പലതരത്തിലുള്ള പീഡനങ്ങളും വേദനകളും ഏറ്റുകൊണ്ടിരിക്കുന്നവരാണ്. ഇഗ്നേഷ്യസ് നമ്മളോട് ചോദിക്കുന്ന വലിയൊരു ചോദ്യമുണ്ട്. സഭയ്ക്ക് വേണ്ടി ഈ സഹനങ്ങൾ ഏൽക്കാൻ നമുക്ക് കഴിയുന്നില്ല എങ്കിൽ പിന്നെ ആർക്കാണ് കഴിയുക? ആ ഒരു തിരിച്ചറിവോട് നിങ്ങൾ സഹനങ്ങളുടെ ഈ ശുശ്രൂഷ പാതയിലേക്ക് പാതമുണ്ടുക. രണ്ടാമത്തെ മാതൃക, ശുശ്രൂഷാ വഴികളിലെ നിർഭയത്വം നമുക്ക് കാണിച്ചു തന്ന വിശുദ്ധനായി പ്രഖ്യാപിക്കപ്പെട്ട എൽസാൽവഡോറിലെ ആർച്ച് ബിഷപ്പ് റൊമേറോ. നമ്മെ ഭയപ്പെടുത്താൻ അനേകം പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും എന്നുള്ളത് സത്യമാണ്. പക്ഷേ റൊമേറോ പറയുന്ന ഒരു വാചകം ഞാൻ പലപ്പോഴും ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ഒരു വാചകമാണ്. കൃപയില്ലാത്ത മനുഷ്യരുടെ സംസാരങ്ങൾ കേട്ട് നമ്മൾ ഭയപ്പെടരുത്, കൃപയുള്ളവരെ മാത്രം നമ്മൾ ഭയപ്പെട്ടാൽ മതി. കൃപയില്ലാത്തവരെ കേട്ട് ഭയപ്പെട്ട് പിന്മാറാതിരിക്കാൻ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നമുക്ക് ഹൃദയത്തിൽ സൂക്ഷിക്കാം. അവസാനത്തെ മാതൃക എന്ന് പറയുന്നത് ഒരു സാങ്കല്പിക മെത്രാനാണെങ്കിലും ഭാവങ്ങൾ അവതരിപ്പിക്കുന്ന മെത്രാൻ അദ്ദേഹത്തിന് പരിചയമുള്ള ആണെന്ന് നമുക്കറിയാം. അദ്ദേഹം ആ മെത്രാനെ കുറിച്ച് പറയുന്ന സുന്ദരമായ ഒരു ചിത്രം ഭൂമിയിലെ സകല നന്മകളെയും ചേർത്ത് നിർത്തുന്ന, സകല കുറവുകളെയും ഹൃദയത്തോട് ചേർത്ത് നിർത്തുന്ന കരുണാർദ്രമായ ഹൃദയം. അതാണ് ഈ നഗരത്തിലെ മെത്രാന് മറ്റെല്ലാവരിൽ നിന്നും തിരിച്ചു നിർത്തിയിരുന്നത്. ആ കരുണാർദ്രമായ ഹൃദയം സഹോദരങ്ങളെ നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന ആശംസയോടെ തിരുസഭയുടെ നല്ല ഇടയന്മാരായി ദൈവജനത്തെ
അഹോരാത്രം ശുശ്രൂഷിക്കുവാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ തിരുനാമത്തിന് സ്തുതിയും മഹത്വവും അർപ്പിക്കുന്നു. മറുപടി പ്രസംഗങ്ങൾക്കുള്ള സമയമാണ്. അതിന് സെബാസ്റ്റ്യൻ നാമത്തിരിക്കുന്നതിനെ ആദ്യമായി ക്ഷണിക്കുന്നു. കേരളത്തിന് പുറത്ത് ബോംബെ, പൂനെ, നാസിക് നഗരങ്ങളിൽ പ്രവാസികളായി പാർപ്പിരുന്ന സീറോ മലബാർ സഭാംഗങ്ങൾക്ക് വേണ്ടി 1988 വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ സ്ഥാപിച്ച രൂപതയാണ് കല്യാൺ. പ്രഥമ മെത്രാനായി നിയമിക്കപ്പെട്ടത് മാർ പോൾ ചിറ്റിലപ്പള്ളി പിതാവാണ്. ദീർഘവീക്ഷണത്തോടും കരുതലോടും കൂടി പ്രാരംഭദശയിലുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളെ പ്രാർത്ഥനാപൂർവം നേരിട്ടുകൊണ്ട് അദ്ദേഹം രൂപതയ്ക്ക് അടിസ്ഥാനമിട്ടു. 1997 ചിറ്റിലപ്പള്ളി പിതാവിന്റെ പിൻഗാമിയായി ശുശ്രൂഷ നേതൃത്വം ഏറ്റെടുത്ത അഭിവന്യ തോമസ് ഇലവനാൽ പിതാവ് 28 വർഷങ്ങൾ രൂപതയെ നയിച്ചു. വിശുദ്ധിയും അറിവും കൈമുതലായുള്ള ഈ വൈദിക സ്റ്റേഷൻ വിരമിക്കുന്ന ഒഴിവിലേക്ക് സീറോ മലബാർ സഭാ സിനഡ് എന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു. അഭിവന്യ ഇലവനാൽ പിതാവിന്റെ പിൻഗാമിയാൻ കഴിയുന്നത് ഒരു അനുഗ്രഹമായി ഞാൻ കരുതുന്നു. ഈ തിരഞ്ഞെടുപ്പിന് പരിശുദ്ധ സിംഹാസനത്തിന്റെ അംഗീകാരം ലഭിച്ചതോടെ സഭയുടെ പിതാവും തലവനുമായ അഭിവന്യ റാബേൽ പിതാവ് നിയമനം തന്നിരിക്കുകയാണ്. സഭാ സിനഡിനോടും അഭിവന്യ മേജർ ആർച്ച് ബിഷപ്പിനോടും എനിക്കുള്ള വിധേയത്വവും നന്ദിയും ഈ അവസരത്തിൽ രേഖപ്പെടുത്തട്ടെ. മേലധികാരികളുടെ തീരുമാനങ്ങളിലൂടെ വെളിപ്പെടുന്നത് ദൈവഹിതമാണ് എന്ന് തിരിച്ചറിഞ്ഞ് ഈ നിയോഗം പൂർണ്ണ മനസ്സോടെ ഞാൻ സ്വീകരിക്കുന്നു. ധാരാളം വെല്ലുവിളികളെ അഭിമുഖീകരിക്കേണ്ടതായിട്ടുണ്ട്. ഹിന്ദി, മറാത്തി ഭാഷകൾ പഠിക്കണം. ഞാൻ ഒരിക്കലും ശുശ്രൂഷകൾ ചെയ്തിട്ടില്ലാത്ത ഒരു സ്ഥലമായതിനാൽ ഈ പ്രദേശങ്ങൾ പരിചയപ്പെടണം. നിലവിൽ മഹാരാഷ്ട്രയിലെ 17 ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന കല്യാൺ രൂപതയോട് ഇന്ന് മുതൽ 9 ജില്ലകൾ കൂടി ചേർക്കപ്പെടുന്നു. ഇതിനും പുറമെ 2 ജില്ലകളുള്ള ഗോവ സംസ്ഥാനം മുഴുവനും ഈ രൂപതയുടെ ഭാഗമായി വരുന്നു. തന്മൂലം കൊങ്കണി ഭാഷയും അറിയേണ്ടതുണ്ട്. 98 ഇടവകകളും 102 രൂപതാ വൈദികരും 125-ലധികം സന്യാസ വൈദികരും 370 സന്യാസിനിമാരും 65,000 അൽമായ സഹോദരി സഹോദരന്മാരുമുള്ള ഒരു വലിയ വിശ്വാസ സമൂഹത്തെ നേരിൽ കണ്ട് പരിചയപ്പെടേണ്ടതുണ്ട്. ഒരിടയനും ഒരാട്ടിൻപറ്റവും എന്ന സുവിശേഷാധിഷ്ഠിതമായ ഒരു ആത്മീയ അനുഭവത്തിൽ കല്യാണിലെ പ്രാദേശിക സഭ എന്നും നിലനിൽക്കാനായി ഏവരും പ്രാർത്ഥിക്കണം. എനിക്കുള്ള അറിവിനും കഴിവുകൾക്കും പരിമിതികൾ ഏറെയുണ്ട്. എൻ്റെ ബലഹീനതകളും പോരായ്മകളും രൂപതയുടെ ആത്മീയ വളർച്ചയിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കാതിരിക്കാനും നിങ്ങളുടെ പ്രാർത്ഥന ഞാൻ യാചിക്കുന്നു. ചില ഭാഗങ്ങൾ 11 രൂപതകളോട് ചേർത്ത് പുനഃക്രമീകരണം വരുത്തിയിരിക്കുകയാണ്. ഞാനിപ്പോൾ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്ന മേജർ ആർക്കി എപ്പിസ്കോപ്പൽ കുരിയായിൽ എത്തിയിട്ട് 11 വർഷമായി. ഇവിടേക്ക് വൈസ് ചാൻസലറായി എന്നെ വിളിച്ചതും പിന്നീട് കുരിയ ബിഷപ്പായി നിയമിച്ചതും അഭിഷേകം ചെയ്തതും സഭയുടെ മുൻ മേജർ ആർച്ച് ബിഷപ്പ് അഭിവന്യ കർദിനാൾ ജോർജ് ആലഞ്ചേരി പിതാവാണ്. പിതാവിനെ നന്ദിപൂർവ്വം ഓർക്കുന്നു. ഒരു കുടുംബം എന്ന പോലെ ഇവിടെ ജീവിക്കാൻ സാധിക്കുന്നത് എൻ്റെ ഉറ്റ സ്നേഹിതരും സഹപ്രവർത്തകരുമായ വൈദികർ, സന്യാസിനിമാർ, സ്റ്റാഫ് അംഗങ്ങൾ എന്നിവരുടെ സഹായ സഹകരണങ്ങൾ കൊണ്ടാണ്. എല്ലാവർക്കും ഹൃദയംഗമമായ നന്ദി. കല്യാൺ ഇനി മുതൽ അതിരൂപതയാണ്. കൂടാതെ ഉജ്ജയിൻ, ഫരീദാബാദ്, ശംഷാബാദ് എന്നീ രൂപതകളും അതിരൂപതകളാണ്. 1968 സ്ഥാപിതമായ ഉജ്ജയിൻ രൂപതയുടെ അധ്യക്ഷൻ അഭിവന്യ സെബാസ്റ്റ്യൻ വടക്കേൽ പിതാവ് പ്രഥമ മെത്രാപ്പൊലീത്തയായി നിയമിക്കപ്പെട്ടു. മേജർ സെമിനറിയിലെ എൻ്റെ അധ്യാപകൻ കൂടിയായ പിതാവ് തീക്ഷ്ണതയുള്ള ഒരു മിഷണറിയാണ്. 2012 സ്ഥാപിതമായ ഫരീദാബാദ് രൂപതയും അതിരൂപതയായി. വത്തിക്കാൻ നയതന്ത്ര വിഭാഗത്തിൽ പരിശീലനം കിട്ടിയ ഭരണകുളങ്ങര പിതാവ് ഒട്ടനവധി രാജ്യങ്ങളിൽ സേവനം ചെയ്ത് പ്രാഗൽഭ്യം തെളിയിച്ച വ്യക്തിയാണ്. അദ്ദേഹം ഇനി നമ്മുടെ രാജ്യത്തിന്റെ തലസ്ഥാന നഗരിയിലുള്ള ഫരീദാബാദ് അതിരൂപതയുടെ മെത്രാപ്പൊലീത്തയാണ്.
2017 സ്ഥാപിതമായ ശംഷാബാദ് രൂപതയുടെ അതിർത്തികൾ ഭാരതത്തിലെ 23 സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചു കിടക്കുകയാണ്. പിതാവിന്റെ ജോലിഭാരം കുറയ്ക്കാനായി രൂപതയുടെ ചില ഭാഗങ്ങൾ മറ്റ് 11 രൂപതകളോട് ചേർത്ത് പുനഃക്രമീകരണം വരുത്തിയിരിക്കുകയാണ്. എങ്കിലും പമ്പ്ലാനി പിതാവ് സൂചിപ്പിച്ചതുപോലെ ശംഷാബാദ് വലിയ രൂപത തന്നെ. അദ്ദേഹത്തിന് ഇപ്പോൾ തന്നെ 2 സഹായമെത്രാന്മാരുണ്ട്. ഇനി മുതൽ അദ്ദേഹം അതിരൂപതയായി ഉയർത്തപ്പെടുന്ന ശംഷാബാദിന്റെ പ്രഥമ മെത്രാപ്പൊലിത്തയായി ശുശ്രൂഷ തുടരും. ഈ മെത്രാപ്പൊലിത്തമാർ ഓരോരുത്തരും വന്ന് സംസാരിക്കുന്നതിന് പകരമായി അവർക്ക് വേണ്ടി കൂടി എന്നെ സംസാരിക്കാൻ ചുമതലപ്പെടുത്തിയത് കൊണ്ടാണ് ഇക്കാര്യങ്ങൾ ഞാൻ പറയുന്നത്. ഞങ്ങളുടെ ഉത്തരവാദിത്വം ഭാരമേറിയതാണ്. അത് വിശിഷ്ടമായും വിശുദ്ധമായും അർപ്പണബോധത്തോടെ നിർവഹിക്കാനുള്ള ദൈവകൃപ ലഭിക്കാനായി ഏവരും പ്രാർത്ഥിക്കണം. വേദിയിലുള്ള 2 പുതിയ പിതാക്കന്മാർക്ക് മോൺസിഞ്ഞോർ ജെയിംസ് പട്ടേലിൽ CMF, മോൺസിഞ്ഞോർ ജോസഫ് തച്ചാവറമ്പിൽ CMI എന്നിവർക്കും ഞാൻ പ്രാർത്ഥനാശംസകൾ നേരുന്നു. ഞാൻ അയക്കുന്നിടത്തേക്ക് നീ പോകണം, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടുകൂടിയുണ്ട് എന്നീ ദൈവവചനങ്ങൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ബലവും കരുത്തും പകർന്നു തരുന്നവയാണ്. ഇനി നിങ്ങളുടെ സ്നേഹവും സഹകരണവും പ്രോത്സാഹനവും എല്ലാറ്റിനും ഉപരി പ്രാർത്ഥനയും കൂടിയാവുമ്പോൾ ബലഹീനന്മാർ ശക്തരായിത്തീരും. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. സഭയുടെ പിതാവും തെളിവനുമായ അഭിവന്യ റാഫേൽ തട്ടിപ്പിതാവിനോട് ഞങ്ങൾക്ക് എല്ലാവർക്കുമുള്ള ആദരവും സ്നേഹവും വിധേയത്വവും അറിയിച്ചുകൊണ്ട് ദൈവത്തിന് സ്തുതി. എളിയവനും ദാസനുമായ എന്നെ സഭയെയും ദൈവജനത്തെയും ശുശ്രൂഷിക്കുവാനായി സഭയുടെ മേൽപ്പെട്ട ശുശ്രൂഷകരിൽ ഒരാളായി ഉയർത്തിയതിന്റെ അമ്പരപ്പിനും ആ സ്ഥാനം ആവശ്യപ്പെടുന്ന ഉത്തരവാദിത്വങ്ങളെ കുറിച്ചുള്ള ചിന്തകളുടെ ഭയത്തോടും കൂടിയാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 29-ാം തിരുവചനത്തിന് മംഗളവാർത്ത കേട്ട പരിശുദ്ധ അമ്മയുടെ മാനസിക അവസ്ഥയിലാണ് ഈ നിയോഗം ഞാനും അറിഞ്ഞത്. പരിശുദ്ധ സഭയുടെ തീർത്ഥാടനത്തിൽ സമാനതകളില്ലാത്ത പലതരം പ്രതിസന്ധികളിലൂടെയാണല്ലോ നാം എല്ലാവരും കടന്നു പോകുന്നത്. എന്നാൽ ക്രിസ്തു ജയന്തിയുടെ ഈ ജൂബിലി വർഷത്തിൽ ഭാഗ്യസ്മരണാർഹനായ വിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ നമ്മൾ പ്രതീക്ഷയുടെ തീർത്ഥാടകരാണ് എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. അപ്രകാരം എൻ്റെ ആകാംക്ഷകൾക്കും ആകുലതകൾക്കും ഉത്തരം കഴിഞ്ഞ ദിവസങ്ങളിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ നിന്ന് എനിക്ക് കിട്ടിയത് ഗബ്രിയേൽ ദൂതൻ പരിശുദ്ധ അമ്മയോട് പറഞ്ഞ വചനം തന്നെയാണ്: ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. ഈ ദൈവിക വാഗ്ദാനത്തിന് അവിടുത്തെ തിരുമുൻപിൽ ഞാൻ ശിരസ് നമിക്കുന്നു. സിറോ മലബാർ സഭയുടെ പിള്ളത്തൊട്ടിലുകളിൽ ഒന്നായ കുറവിലങ്ങാട് സ്ഥാപിതമായ പരീഷ്യൻ സഭയുടെ ഭാരതത്തിലെ ആദ്യ ഭവനമായ ക്ലാരിറ്റി ഭവനിൽ നിന്നാണ് ഞാൻ എൻ്റെ പൗരോഹിത്യ പരിശീലനം ആരംഭിക്കുന്നത്. പരിശുദ്ധ മാതാവിന്റെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കപ്പെട്ട സഭാ അംഗമായ എനിക്ക് കുറവലങ്ങാട് മുത്തിയമ്മയുടെ കൃപയുടെ മാധ്യസ്ഥം വഴി കഴിഞ്ഞ 35 വർഷക്കാലത്തെ പൗരോഹിത്യ ശുശ്രൂഷ വേളയിലാണ് ഈ നിയോഗം ദൈവം എന്നെ ഏൽപ്പിക്കുന്നത്. ധന്യമായ ഈ നിമിഷത്തിൽ മേൽപ്പെട്ട ശുശ്രൂഷയ്ക്കായി എന്നെ നിയോഗിച്ച പരിശുദ്ധ പിതാവ് ലയോ മാർപ്പാപ്പായോടും സഭാധികാരികളോടും വിശിഷ്യ നമ്മുടെ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് അഭിവന്യമാർ റാഫേൽ തട്ടിപ്പിതാവിനോടും മറ്റ് എല്ലാ സിനഡ് അംഗങ്ങളായ പിതാക്കന്മാരോടും ഞാൻ കൃത്യമായ ഭാഷയിൽ നന്ദി പറയുന്നു. ഞാൻ ഏറെ ആദരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന അഭിവന്യ ലോറൻസ് മുക്കുഴി പിതാവെ, 1999 സ്ഥാപിതമായത് മുതൽ കഴിഞ്ഞ 26 വർഷങ്ങളിലായി വെളുത്തങ്ങടി രൂപതയ്ക്ക് അങ്ങ് നൽകിയ അചഞ്ചലമായ അജപാലന ശുശ്രൂഷയ്ക്കും
മാർഗനിർദ്ദേശത്തിനും നേതൃത്വത്തിനും ഞാൻ എൻ്റെ ഹൃദയംഗമമായ നന്ദി അറിയിക്കുന്നു. അങ്ങയെ ഏൽപ്പിച്ച ആട്ടിൻകൂട്ടത്തോടുള്ള അങ്ങയുടെ സമർപ്പണവും കരുതലും എനിക്ക് എന്നും പ്രചോദനവും ശക്തിയുമാണ്. എൻ്റെ ഈ നിയോഗം ഒരുപക്ഷെ ആദ്യം അറിഞ്ഞത് എനിക്ക് ജന്മം നൽകിയ, സ്വർഗത്തിൽ എനിക്ക് വേണ്ടി എന്നും പ്രാർത്ഥിക്കുന്ന എൻ്റെ മാതാപിതാക്കളാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒപ്പം എൻ്റെ ഗുരുഭൂതരും. അവരെ എൻ്റെ ഹൃദയത്തോട് ചേർത്ത് നന്ദി പറയുന്നു. എൻ്റെ ജീവിതത്തിലെ നാൾ വഴികളിൽ എനിക്ക് സ്നേഹവും കരുതലും നൽകി താങ്ങായി നിൽക്കുന്ന എൻ്റെ സഹോദരങ്ങളെയും കുടുംബാംഗങ്ങളെയും നന്ദിയോടെ ഞാൻ ഓർക്കുന്നു. ഇന്ന് ഞാൻ എന്തായിരിക്കുന്നുവോ അതിന് ഞാൻ എന്നും ആഴത്തിൽ കടപ്പെട്ടിരിക്കുന്നത് കഴിഞ്ഞ 47 വർഷങ്ങളായി എന്നെ വളർത്തി വലുതാക്കിയ എൻ്റെ പ്രിയപ്പെട്ട ക്ലരീഷ്യൻ സന്യാസ സഭയോടും അധികാരികളോടും സഹോദരന്മാരോടുമാണ്. പ്രത്യേകിച്ച് ക്ലരീഷ്യൻ സഭയുടെ സെയിന്റ് തോമസ് സിറോ മലബാർ പ്രൊവിൻസിലെ അംഗമായ ഞാൻ കഴിഞ്ഞ കുറേ വർഷങ്ങളായി സഭയുടെ ജർമ്മൻ പ്രൊവിൻസിലാണ് പ്രവർത്തിച്ചു വന്നിരുന്നത്. വളരെ പ്രത്യേകിച്ച് സഭയുടെ സുപ്പീരിയർ ജനറൽ ബഹുമാനപ്പെട്ട മാത്യു വട്ടമറ്റം അച്ഛനെയും ജർമ്മൻ പ്രൊവിൻസിന്റെ പ്രൊവിൻഷ്യൽ ബഹുമാനപ്പെട്ട കലിസ്റ്റസ് യോസഫ് അച്ഛനെയും സെന്റ് തോമസ് പ്രൊവിൻസിന്റെ പ്രൊവിൻഷ്യൽ ബഹുമാനപ്പെട്ട സിബി ഞാവള്ളിക്കുന്നേൽ അച്ഛനെയും ഏറെ നന്ദിയോടെ ഞാൻ ഓർമ്മിക്കുന്നു. കലിസ്റ്റസ് അച്ഛൻ ഇവിടെ വന്നിട്ടുണ്ട്. ഒത്തിരി പണികളുള്ള ദിവസങ്ങളിൽ പോലും എനിക്ക് വേണ്ടി ഈ സംഭവത്തിൽ നേരിട്ട് കാണുവാനായിട്ട് ഇവിടെ വന്നിരിക്കുന്ന കലിസ്റ്റസ് അച്ഛന് ഒത്തിരി നന്ദി പറയുന്നു. Vielen Dank, lieber Mitbruder, la Kalistus, dass du bei mir in dieser Situation ist. Vielen herzlichen Dank. വെൽത്തങ്ങടി രൂപതയുടെ വൈദികരെയും സമർപ്പിതരെയും ദൈവജനത്തെയും പ്രതിനിധീകരിച്ചുകൊണ്ട് രൂപതയുടെ ജനറൽ അച്ഛൻ ബഹുമാനപ്പെട്ട ജോസഫ് വലിയപറമ്പിൽ, രൂപതയുടെ ചാൻസലർ ബഹുമാനപ്പെട്ട ലോറൻസ് പൂണോളി അച്ഛനും ഇവിടെ സന്നിഹിതരാണ്. അവരെയും എൻ്റെ സ്നേഹവും നന്ദിയും ഞാൻ അറിയിക്കുന്നു. ജർമ്മനിയിലെ വ്യൂർസ്ബുർഗില് സെൽ ആം മൈൻ, കിസ്റ്റ്, സെല്ലിങ്ങൻ, വ്യൂർസ്ബുർഗ് എന്നീ 4 മാസ് സെന്ററുകളിൽ ആയി സജീവമായ സിറോ മലബാർ സഭയുടെ സമൂഹങ്ങളെ രൂപപ്പെടുത്തിയെടുക്കുവാനും അതിന് നേതൃത്വം കൊടുക്കുവാനും എനിക്ക് ആവശ്യമായ പ്രോത്സാഹനവും സഹായവും നൽകിയ അഭിവന്യ സ്റ്റീഫൻ ചിറപ്പണത്ത് പിതാവിനോട് ഉള്ള കടപ്പാട് ഈ അവസരത്തിൽ ഞാൻ നന്ദിയോടെ ഓർക്കുന്നു. ഇത് നമ്മുടെ സഭയുടെ തനതായ പൈതൃകം വിശ്വാസത്തോടെ വിശ്വസ്തയോടെ കാത്തു പരിപാലിക്കുവാൻ എനിക്ക് ഒരു അവസരം തന്നു. പ്രിയമുള്ളവരെ, സന്ത്യാഗോ ക്യൂബായുടെ മെത്രാപോലിത്തായും ക്ലരീഷ്യൻ സഭയുടെ സ്ഥാപക പിതാവുമായ വിശുദ്ധ ആന്റണി മേരി ക്ലാരറ്റ് മേൽപ്പെട്ട ശുശ്രൂഷയുടെ നിർവഹണത്തിനായി നിയമിതനായപ്പോൾ ആത്മാക്കളുടെ രക്ഷയ്ക്കായി അക്ഷീണം പ്രവർത്തിച്ചുകൊണ്ട് ദൈവത്തെയും ദൈവജനത്തെയും തീവ്രമായി സ്നേഹിക്കാനും സേവിക്കാനുമുള്ള ഒരു ആഹ്വാനമായിട്ടാണ് നിയോഗത്തെ അദ്ദേഹം കണ്ടത്. അതിനാൽ തന്നെ യോഹന്നാൻ 10:10 നാം വായിക്കുന്നത് പോലെ അവർക്ക് ജീവനുണ്ടാകാനും അത് സമർത്ഥമായി ഉണ്ടാകാനും ആണ് ദൈവം എന്നെ വലിയ ദൗത്യം ഏൽപ്പിച്ചിരിക്കുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വചനമനുസരിച്ച് ജീവിച്ചുകൊണ്ട് ഞാൻ ഏറെ സ്നേഹിക്കുന്ന എൻ്റെ മാതൃരൂപതയായ വെൽത്തങ്ങാടിയിലെ എല്ലാ വൈദികരെയും സമർപ്പിതരെയും ദൈവജനത്തെയും ശുശ്രൂഷിക്കാനായി ദൈവത്തിന്റെ ഹൃദയത്തിന് അനുരൂപനായ ഒരു അജപാലകനായി ശുശ്രൂഷ ചെയ്യുവാനും ഈ മേൽപ്പട്ടം ശുശ്രൂഷ ഏറ്റവും എളിമയോടും വിശ്വസ്തയോടും കൂടി നിർവഹിക്കുവാനുമുള്ള കൃപ ലഭിക്കുവാനായി നിങ്ങൾ ഒരു നിമിഷം എഴുന്നേറ്റ് നിന്ന് 2 കൈയും നീട്ടി എന്നെ അനുഗ്രഹിച്ച് എനിക്കായി പ്രാർത്ഥിക്കണമേ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ഇന്നെ ശ്രവിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു.
നിങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പ്രസംഗത്തിനായി അതിലാബാദ് രൂപതയുടെ നിയമനത്താൻ മോൺസിഞ്ഞോർ ജോസഫ് തച്ചാപറമ്പത്തച്ഛനെ ക്ഷണിക്കുന്നു. പ്രിയ ബഹുമാനപ്പെട്ട റാഫേൽ തട്ടിൽ പിതാവേ, നാ പ്രഭുവാ നാ ദേവ, മൈ ലോർഡ് ആൻഡ് മൈ ഗോഡ്. This is a spontaneous expression of the disciple St. Thomas. At this significant moment, as I stand here, my heart turns first to the Lord and my God. It was His stubborn love brought back the doubting Thomas to be a strong faith. The same passionate love has guided and shaped me and finally brought me here to take up the responsibility of the shepherd of Adilabad Diocese. I would briefly explain about me and my family. My father, Mr. Lucas from Chengalam Parish of Pala Diocese. My mother Eliama from Paipad, Kuchbali from Changanacheri Diocese. Migrated and at present live at Nalumuku, Nasratwali, Idiki Diocese. I have 8 siblings. My elder brother Tommy is staying near to my house, and my elder sister, Sister Jodis SD, is taking care of the elderly priest at the priest home in Adimali at Adimali. And my elder sister again, Sister Sophie, of the member of Missionary Congregation of St. Stephen, taking care of Akashaprabha at Kannur, and myself, and my younger sister, Miss Vinnie, and my younger priest brother, Father Somi Katsavaramath, a diocesan priest, now working as a parish priest as Panyarpati, and Mr. Vinu taking care of my elderly parents and looking after my home, and my youngest brother, Mr. Anish, working in UK with the children. I have joined in the congregation in 1985. From then onwards till now, I live in the mission. We did not compete, we did not imitate, but Chanda was a unique diocese. This was the motto of our first bishop, Bishop Chedevais. After the bifurcation of Adilabad Diocese, Bishop Joseph Kunnath laid a strong foundation for Adilabad Diocese. I also had the privilege to work under Bishop Kunnath with his meticulous planning by the motto, periphery to center. When Bishop Joseph Kunnath handed over it to Bishop Prince Anthony, I also had the same experience and privilege to work with Father Bishop Prince Anthony. Under the leadership of Bishop Prince, I experienced that Adilabad Diocese is growing step by step, flourishing in evangelization. I would simply watch and admire that Adilabad Diocese have been the focus point in evangelization, especially for the entire country, the icon of evangelization. Experienced with challenges and opportunities, I feel that evangelization, the trust of this diocese will continue. I prayerfully remember all those fathers, elderly priests and sisters who have gone ahead of us. My journey is through the legacy of CMI congregation, which I am proud to call my spiritual home. The vision of St. Chavara Kuriakos has inspired me to be rooted in prayer, in social commitment, in education, and all above to the surrender of God's will. The mission of CMI congregation led me to this place and to accept the responsibility with humility and trust. So relying on God's mercy and submitting everything at the feet of Mary of Mount Carmel, requesting your continued prayers, I take up this responsibility. I remain bounded in thanking you. Thank you so much. നമ്മുടെ കർത്താവായ
പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ഈശോ മിശിഹായുടെ സഹവാസവും പരിശുദ്ധാത്മാവിൻ്റെ നൽവരങ്ങളും നമ്മെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. Our bishops will greet our new bishops and will have our session continued by 5:50. Thank you. ഇപ്പോൾ നമ്മുടെ സന്യാസ സമൂഹം കാര്യമായിട്ടുള്ള ശ്രമം നേരിടുന്നു. അപ്പോൾ തരത്തിലാണ് കെട്ടിടക്കുന്ന ഈ പദവി അനുസരിച്ച് വെല്ലുവിളിയായിരുന്നു. ഞങ്ങൾ അവിടെ കർണാടകയിൽ ഇപ്പം BJP ആണ് റൂൾ ചെയ്യുന്നത്. ഞങ്ങളുടെ ആ ഏരിയയിൽ. പക്ഷേ സെൻട്രൽ ഗവൺമെൻറ് നമ്മുടെ ബാംഗ്ലൂരിൽ കോൺഗ്രസ് ആണല്ലോ. എന്തായാലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. എങ്കിലും അതിനെ നമുക്ക് ഞങ്ങൾ അറിയാവുന്ന ആൾക്കാരായതുകൊണ്ട് വലിയ ഇപ്പം അവിടെ നോർത്ത് ഇന്ത്യയിൽ നടക്കുന്നതിനുള്ള സംഭവങ്ങൾ നടക്കുന്നില്ല നമ്മുടെ കർണാടകത്തിൽ. കാരണം ഞങ്ങളവിടെ ഒത്തിരി നാളായി. ഞാനൊക്കെ അവിടെ ജനിച്ച് വളർന്നതാണ്. അപ്പോൾ ആൾക്കാർ ഞങ്ങളെ അറിയാം, ഞങ്ങൾക്ക് അവരെ അറിയാം. അപ്പോൾ ആ രീതിയിൽ ഒത്തിരി സഹകരണം ഉണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. പിന്നെ ഈ എക്സ്ട്രീമിസ്റ്റ് BJPക്കാരുടെ എക്സ്ട്രീമിസ്റ്റ് അതുകൊണ്ട് എല്ലായിടത്തും ഉണ്ട്. അപ്പോൾ അതിനെ അവരോട് സംസാരിച്ച് ഒരു ഡയലോഗ് രീതിയിലാണ് ഞങ്ങൾ നോക്കുന്നത്. ഒരുപാട് സംസാരിച്ച് അവരുമായിട്ട് ഒത്തുപോകുവാനായിട്ട് മറ്റുള്ളവരെയും കൂടി നമുക്ക് സ്വാംശീകരിച്ചുകൊണ്ട് ജീവിക്കാനാണ് ഞങ്ങൾ പരിശ്രമിക്കുന്നത് നമ്മുടെ അവിടെ. അപ്പോൾ അതൊരു മത ഐക്യ അങ്ങനെ ഒരു സംഭവം ഉണ്ട് അവിടെ. എല്ലാവരും അങ്ങോട്ട് ഇങ്ങനെ സംസാരിക്കാനായിട്ടും മറ്റ് പല കാര്യങ്ങളും ഞങ്ങൾ തുറന്ന് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങളോട് ജീവിക്കുന്നത്. അങ്ങനെ ഒരു ഗുണമുള്ള ഒരു ഏരിയയാണ് ഞങ്ങളുടെ വെളുത്തങ്ങാടി രൂപത. പുതിയ പദ്ധതികളോ അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും നിലവിൽ ആലോചനകളുണ്ടാകും. അതൊക്കെ അവിടെ നമുക്ക് ഓരോ കാര്യങ്ങൾ വരുമ്പോഴാണല്ലോ. ഒന്നും നമ്മൾ ഡിസൈഡ് ചെയ്തല്ല പോകുന്നത്. നമ്മൾ രൂപതയെ ജോലി ചെയ്യുമ്പോൾ രൂപതയുടെ കാര്യങ്ങൾ ഓരോന്നോരോന്ന് വരും. അതനുസരിച്ച് പ്രവർത്തിക്കാന്നുള്ള രീതിയിലാണ് നാട്ടിൽ ജനിച്ചു വളർന്ന. അതെ 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 അതെ. കൂടുതൽ സുഖകരമായിരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അറിയത്തില്ല, സുഖകരമാകാം. പക്ഷെ നമ്മൾ അതിനു വേണ്ടിയിട്ടാണല്ലോ ഉള്ളത്. നമുക്ക് പറ്റുന്ന രീതിയിൽ മറ്റുള്ളവരെ സഹായിച്ച് ദൈവത്തെ സ്നേഹിച്ച് ജീവിക്കാനായിട്ടാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. അപ്പോൾ അത് ചെയ്യുമ്പോൾ ഒരിക്കലും നമുക്കൊരു പ്രയാസം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വീട്ടിൽ നോക്കണം എങ്ങനെയൊക്കെ ഉണ്ടെന്ന്. താങ്ക് യു. ഇതൊരു ദൈവനിയോഗമാണ്. ഈ നിയോഗം അനുസരിച്ച് ജീവിക്കുക, അതനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. പുതിയ കൂടുതൽ നാട്ടിലെ നമ്മുടെ അന്യ സംസ്ഥാനങ്ങളിൽ സമൂഹം കൂടുതൽ ആക്രമണം നേരിടുന്നുണ്ട്. അതൊരു വെല്ലുവിളിയായിരിക്കും. അല്ല, ആക്രമണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവവിളിയുടെ ഭാഗമാണ്. ഒരു ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഭാഗങ്ങളാണ് ഈ മറ്റുള്ളവർ ഉപദ്രവിക്കുക, അല്ലെങ്കിൽ നമുക്കെതിരായിട്ട് പറയുക, അതൊക്കെ ഇതിൻ്റെ ഭാഗങ്ങളാണ്. അപ്പം അതനുസരിച്ച് മുമ്പോട്ട് പോകുക എന്നുള്ളതാണ്. മറ്റ് സഹപ്രവർത്തകരുടെ കൂടി ഉള്ള സ്ഥാനങ്ങളിൽ തീർച്ചയായിട്ടും എനിക്കവിടെ എൻ്റെ രൂപതയിൽ ഇപ്പോൾ ഏകദേശം ഒരു 50 അച്ഛന്മാരുണ്ട്. അതിൽ ഒരു 95% അച്ഛന്മാരും 50 വയസ്സിന് താഴെയുള്ളവരാണ്. അപ്പം അവരുടെ ശക്തിയാണ് എൻ്റെ ബലം. അവരാണ് ഞങ്ങൾ ഒരുമിച്ച് ഇനി ജോലി ചെയ്യാൻ പോകുന്നത്. പുതിയ പദ്ധതികൾ എന്തെങ്കിലും പുതിയ മെത്രാന്മാരുണ്ടാകുന്നു. ഫരീദാബാദും കല്യാണും ഉജ്ജയിനും ഷംഷാബാദും പുതിയ അതിരൂപതകളായിട്ട് മാറുന്നു. മിഷൻ പ്രദേശങ്ങൾക്ക് പുതിയ ക്രോഡീകരണങ്ങൾ ഉണ്ടാകുന്നു. അവയുടെ അതിർത്തി പുനർനിർണ്ണയിക്കപ്പെടുന്നു.
അപ്പോൾ സഭ അതിൻ്റെ ഒരു മിഷണറി സ്വഭാവത്തെ വളരെ തീക്ഷ്ണതയോടുകൂടി വീണ്ടെടുക്കുന്നു, അല്ലെങ്കിൽ അതിന് സവിശേഷമായ ഒരു ശ്രദ്ധ കൊടുക്കുന്നു എന്നുള്ളതാണ്. മിഷൻ പ്രദേശങ്ങളിൽ സഭ ശ്രദ്ധ കൊടുക്കുന്നു. സിറോ മലബാർ സഭയുടെ പിതാവും തലവനുമായ റാഫേൽ തട്ടിൽ പിതാവ് സിനഡ് സമ്മേളനത്തിന്റെ ആരംഭത്തിൽ വളരെ കൃത്യമായ സന്ദേശത്തിൽ പറഞ്ഞു, ഭാരതത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പീഡനം അനുഭവിക്കുന്ന സഭാ മക്കളുടെ ഒപ്പം, പ്രേക്ഷിതരുടെ ഒപ്പം ഈ സഭയുണ്ട്. അതൊരു വെറും പ്രഖ്യാപനമല്ല. ഇപ്പോൾ നടത്തിയിട്ടുള്ള ഈ നിയമനങ്ങളും രൂപതകളുടെ അതിർത്തികൾ സംബന്ധിച്ച നിർണയങ്ങളും ഒക്കെ നമ്മളെ വ്യക്തമാക്കുന്നത് ഈ സഭ അതിൻ്റെ പ്രേക്ഷിത തീക്ഷ്ണതയിൽ നിന്ന് ഒട്ടും പിറകോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നില്ല. നസ്രായനായ ഈശോ ആരാണെന്ന് ലോകത്തോട് കാണിച്ചു കൊടുക്കുകയാണ് പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത്. അത് ആരോഗ്യ മേഖലകളിൽ, വിദ്യാഭ്യാസ മേഖലകളിൽ, സാമൂഹിക പ്രവർത്തനങ്ങളിൽ നമ്മൾ നിസ്വാർത്ഥമായിട്ട് നമ്മുടെ സമർപ്പിതർ, പ്രേക്ഷിതർ ഇടപെട്ടുകൊണ്ട് ഈശോ ആരാണെന്ന് കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നസ്രായന ഈശോയെ ലോകത്തിന് അവതരിപ്പിക്കാനുള്ള ആ ദൗത്യത്തിൽ സഭ വലിയ ശ്രദ്ധ കൊടുക്കുന്നു എന്നുള്ള ഒരു സഭയുടെ മിഷൻ പ്രവർത്തനങ്ങൾക്ക് മുഴുവൻ ഒരു പുതിയ ആവേഗം നൽകുന്ന അതാണ് ഈ നിയമനങ്ങളെന്നാണ് നമ്മൾ ഇതിനെ നോക്കിക്കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും.